അനൂപ് പ്രബലൻ CPO, അതായത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അനു പറയാം, ഇനിയും ടെസ്റ്റിനകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായി, എങ്ങനെ ടെസ്റ്റ് പാസ്സാവാൻ പറ്റിയത് അനുവിനറിയാം. നമസ്കാരം, എൻ്റെ പേര് അനൂപ് പ്രബലൻ എന്നാണ്. കഴിഞ്ഞ 6 മാസക്കാലത്തെ NAPTയിലുള്ള പരിശീലനത്തിൻ്റെ ഫലമായിട്ട് വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പാസ്സായതിൻ്റെ സന്തോഷം ഇവിടെ പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. കുറേ സന്തോഷമുണ്ട്. കാരണം എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പോലും നോക്കാതെ സാറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തതാണ് ഞാൻ. ഷോർട്ട് ലിസ്റ്റിൽ വരുമെന്ന് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. NAPTയിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 26 വയസ്സുള്ള ഒരാളായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാം പിള്ളേരായിരുന്നു. സാർ എന്നെ അവരുടെ കൂടെയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സ്ലോ ആയതുകൊണ്ടും കുറച്ച് വണ്ണമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും എന്നെ അവരുടെ കൂടെ മുന്നിലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ സാറ് വന്നു. സൈക്കിളിന് വന്നിട്ട് എൻ്റെ ഓട്ടം ശരിയാണോ, ഞാൻ കാല് വയ്ക്കുന്നത് എങ്ങനെയാണ്, ഇനി എങ്ങനെ ഓടിയാൽ എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഓടാൻ പറ്റും എന്നൊക്കെ വ്യക്തമായിട്ട് എന്നെ പഠിച്ചതിന് ശേഷമാണ് സാർ എനിക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത്. പിന്നെ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഒരു 5 മാസത്തോളം ഇവിടെ പ്രാക്ടീസ് ചെയ്തത്. 7 മണിക്കായിരുന്നു ക്ലാസ് തുടങ്ങിയിരുന്നത്. അപ്പോൾ 7 മണി എന്ന് പറയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല വെയിലായിരിക്കും. ആ വെയിലത്ത് ഓടി ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തളർന്നിട്ടുണ്ട്. പക്ഷെ വരണ്ടായിരുന്നു എന്ന് പോലും ആ സമയത്ത് എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ സാറിൻ്റെ മോട്ടിവേഷനും ഒരു എൻകറേജ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ മഴയാവട്ടെ, വെയിലാവട്ടെ, മഞ്ഞാവട്ടെ, ഏത് കാലാവസ്ഥയിലും എല്ലാ സിറ്റുവേഷൻസിലും ഏത് വഴി കൂടെ ഞങ്ങൾ ഓടിയിരുന്നു. പിന്നെ ഗ്രൗണ്ടിലേക്ക് പുതിയാവിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഓട്ടം ഓൾമോസ്റ്റ് എല്ലാവരുടെയും ശരിയായിരുന്നു. എൻ്റെ ഓട്ടം ശരിയായിരുന്നു. ഗ്രൗണ്ടിൽ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ സെയിം പ്രായമുള്ള കുറേ ഫ്രണ്ട്സിനെ കിട്ടിയത്. അതുവരെ ഞാൻ ഓടിക്കൊണ്ടിരുന്നത് എന്നെക്കാളും 8-10 വയസ്സുള്ള പിള്ളേരുടെ കൂടെയായിരുന്നു. പിന്നെ അവരുടെ കുറേ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്നെ സ്പീഡിൽ ഓടിക്കാനും സാറിൻ്റെ കൂടെ തന്നെ അവരും കുറേ പരിശ്രമിച്ചു. എനിക്കൊട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഷോർട്ട് പുട്ടിൽ. കാരണം എൻ്റെ കൈക്ക് ഒരു ബലമില്ലാത്ത പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഷോർട്ട് പുട്ട് ആദ്യമായിട്ട് കയ്യിലേക്ക് തന്നപ്പോഴത്തേക്കിനും എനിക്ക് മര്യാദക്ക് പിടിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഷോർട്ട് പുട്ട് എറിയുമ്പോൾ എൻ്റെ കുറേ ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം ഷോർട്ട് പുട്ട് എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് സാറ് കാണിച്ചു തന്നു എങ്ങനെയാണ് ഷോർട്ട് പുട്ട് എറിയേണ്ടത്. എനിക്ക് ഷോർട്ട് പുട്ടിൽ മാത്രം കുറച്ച് പേടിയുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഐറ്റംസും 8 ഐറ്റംസിൽ 7ഓളം ഐറ്റംസ് പക്കയായിട്ട് പഠിച്ചു പോയിരുന്നു. ഹൈ ജമ്പ് മാത്രമായിരുന്നു ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നത്. പക്ഷെ ആ 7 ഐറ്റംസിൽ സാറിന് എന്നെക്കാളും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ചെയ്യും എന്നുള്ളത്. അത്രയും നാളിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് ഗ്രൗണ്ട് കാണുന്ന വരെ ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഗ്രൗണ്ട് കാണുന്ന വരെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ആ ഗ്രൗണ്ട് കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ സാറിനെയും NAPTനെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഗ്രൗണ്ടിൽ വാമപ്പ് ചെയ്തുകൊണ്ടിരുന്നതും. ഓടിക്കൊണ്ടിരുന്ന സമയത്ത് സ്റ്റാർട്ട് പറഞ്ഞപ്പോൾ ഒരു 15-14 സെക്കൻഡിനുള്ളിൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. പിന്നെ എന്ന് വെച്ചാൽ ലോങ് ജമ്പ് ആവട്ടെ, ത്രോ ബോൾ ആവട്ടെ, ഷോർട്ട് പുട്ട് എല്ലാം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം NAPTയിൽ വന്നതിന് ശേഷം ഇവിടെ ഓടി ഗ്രൗണ്ട് അറിഞ്ഞ് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ പറ്റിയത്. അതിൽ NAPTനോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എല്ലാ കുട്ടികളോടും സാറിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇവിടെ വരുമ്പോൾ സാറ് പറയുന്ന പോലെ എല്ലാം ചെയ്ത് എന്താണോ നമുക്ക് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ഒരു പ്രകൃതത്തിനെ മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാറ് പറയുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ ഫിസിക്കൽ ഉള്ള എക്സാംസിനൊക്കെ പാസ്സായി പെട്ടെന്ന് തന്നെ ജോലിയിലെത്താൻ സാധിക്കും. പിന്നെ എനിക്കിവിടെ ഉള്ള പിള്ളേരോടാണ് പറയാനുള്ളത്. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു എയിം കണ്ടെത്തി നിങ്ങളിവിടെ വന്നേക്കുവാണ്. ഒരിക്കലും ഇത് വിട്ട് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു 26 വയസ്സായി. ഒരു 10 വർഷത്തിൻ്റെ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ എന്തായാലും സർവീസിൽ കയറും. ആ സർവീസിൽ കയറുമ്പോൾ ആ 10 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ശോഭിക്കാൻ കഴിയും. ഒരിക്കലും ഈ ഗ്രൗണ്ട് വിട്ട് പോകരുത്. നിങ്ങൾക്കൊരു മിലിറ്ററിയിലാവട്ടെ, അതായത് ഫോഴ്സിൽ ഒരു ജോലി കിട്ടണ വരെ ഇവിടെ തുടരാനേ ഞാൻ പറയത്തുള്ളൂ. അത്രയും എഫക്റ്റീവാണ്, പ്രൊഡക്റ്റീവാണ് ഈ ഗ്രൗണ്ടും NAPTയും സാറിൻ്റെ കോച്ചിങ്ങും. ഇത്രയും പറയാനുള്ളൂ സാർ. നന്ദി.